ഇവിടെ മമ്മൂക്ക, ഇവിടെ ലാലേട്ടൻ, ഇവിടെ സുരേഷ് ഗോപി, പിന്നെ അവിടെ നമുക്ക് ആരെങ്കിലും ഒരാളും കൂടെ മഞ്ജു ഇരുത്താം. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ ഇരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ സിനിമ ഡിസ്കഷൻസ് നടക്കാറ്? മെയിൻ ആയിട്ട് ഇവിടെയാണ്? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഓളത്തിന് പറഞ്ഞതാ. അപ്പൊ ഞാൻ ചോദിച്ചേ, ഇവിടെ നമ്മങ്ങനെ കാണും ചെയ്യാലോ, അഥവാ വല്ല ഫാൻസ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ ഇരിക്കാറില്ല. ഗസ്റ്റുകൾ വരുമ്പോ ഇവിടെ ഇരുത്താറുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കാറില്ല. സാധാരണ എങ്ങനെയായിരുന്നു സംസാരിക്കും. ഇപ്പൊ ഈ മോഡൽ ചെയർസ് ഒന്നും നമ്മൾ ആക്ച്വലി ഇപ്പൊ കാണാറില്ല. ഇതൊക്കെ എവിടെന്നാ? ഇത് റോസ്വുഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂർ അത് തൃശ്ശൂർ ചെയ്തതാണ്. ഇരുന്നോളൂ. ഓക്കെ. മമ്മൂക്കൊക്കെ വന്നിരുന്ന് മമ്മൂക്ക അവിടെ ഇരുന്നുണ്ട്. കറക്റ്റാ, സീരിയസ്ലി. മമ്മൂക്ക വന്നപ്പോ ഇവിടെ ഇരുന്നത് സത്യം. ഓക്കെ, എനിക്കറിയായിരുന്നു. ഓക്കെ, ആ ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. കേറി വരുമ്പോഴും ഒരു കപ്പല് പോലെ ഒരു സംഭവം കണ്ടു. ആ, കപ്പലല്ല, ഒരു ബോട്ട് അല്ലേ? പായ്ക്കപ്പൽ. ആ സ്പീഡ് ബോട്ടാണോ? അയ്യോ, സ്പീഡ് ബോട്ട് എന്തോന്ന്, വെള്ളത്തിലുള്ള സാധനം. അത് കണ്ടു, ഇവിടെ കണ്ടു. ഇതിനായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ചേട്ടൻ? ഇത് എനിക്ക് മമ്മൂക്ക തന്നതാ. ഇത് മമ്മൂക്ക തന്നതാ. അതായത് കേരള യൂണിവേഴ്സിറ്റി ചേർത്തലയിൽ വെച്ചിട്ട് അവിടെ നടക്കുന്ന ടൈമില് ഞാൻ മമ്മൂക്കയായിട്ടാ പോയത്. മമ്മൂക്കൊക്കെ കൊടുത്ത ഗിഫ്റ്റ് മമ്മൂക്ക എനിക്കാണ് നീ വെച്ച വീട്ടിലെന്ന് പറഞ്ഞു മമ്മൂക്ക തന്ന. ഓക്കെ, അപ്പൊ ഇനി ഇത് ഒരു ചെറിയ ലിവിങ് ഏരിയ. ഇനി നമ്മള് നേരെ ചെല്ലുമ്പോ തന്നെ നമുക്കൊരു പ്രെയർ റൂമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ചെല്ലുമ്പോ തന്നെ നമ്മൾ വന്നപ്പോ തന്നെ ചേട്ടൻ ആക്ച്വലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതാണ് ചേട്ടൻ്റെ ഒരു പീസ്ഫുൾ സ്പേസ്. ഇത് ഞങ്ങൾ എന്ത് കാര്യം പ്രാർത്ഥിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. പ്രാർത്ഥിച്ച എല്ലാ ദിവസവും ബൈബിള് വായിച്ചു തുടങ്ങും കാര്യങ്ങള്. പിന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ വെച്ച് മാത്രമല്ല, നമ്മൾ കണ്ണടച്ച നമുക്ക് എവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതെ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഏരിയ പോകുമ്പോ എന്താ ഇത്രയും അവാർഡ്സ്. എനിക്ക് ഈ ഡൈനിങ് ടേബിളിൽ നേരെ നമുക്ക് ഇങ്ങനെ ഓരോ ഫുഡ് കഴിക്കുമ്പോ എനിക്ക് ഇത്ര അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലോചിക്കാം അല്ലേ? ഓക്കെ, അതെ. എനിക്ക് എന്റെ ഒരു വലിയ പ്രൗഡ് അതാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് 20-25 വർഷം മുമ്പുള്ള വരെയുള്ള മെമ്മന്റോസ് ഇരിക്കുന്നത്. അതെ, ആ ജേർണിയാണ് കാണുന്നത് ആക്ച്വലി. തീർച്ചയായിട്ടും. ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലാണ് വന്ന് ഞാൻ നിൽക്കുന്നത്. അതെ, നമ്മുടെ വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം. ഇത്രയും ചെയർസ് ഉണ്ട്. അപ്പൊ ഇത്രയും ചെയറുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഇതൊരു വൈൻ ഗ്ലാസ് അല്ലേ ചേട്ടാ? സാധാരണ ചെറിയ വൈൻ ഗ്ലാസ് അല്ലേ? അപ്പൊ ഇതെന്ത് രണ്ട് സൈസ് ഒന്നും വലുത്? അത് എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, വൈഫിന് ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിയേഴ്സ് അടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ.